നമസ്കാരം. ബിജെപിയെ നയിക്കാൻ ഇനി രാജീവ് ചന്ദ്രശേഖർ. പ്രധാന വാർത്തകൾ. രാജീവ് ചന്ദ്രശേഖർ പുതിയ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ശോഭാ സുരേന്ദ്രൻ, MT രമേശ് ഉൾപ്പെടെയുള്ളവരെ തഴഞ്ഞ്. രാജീവ് ചന്ദ്രശേഖറെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് പൊതുസ്വീകാര്യത കൂടി ഉറപ്പിക്കാൻ. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പദ്ധതിക്ക് തറക്കല്ലിടാൻ 3 ദിവസം മാത്രം ശേഷിക്കുമ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങായിട്ടും കാര്യമായ മുന്നൊരുക്കങ്ങൾ നടക്കുന്നില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ കോടതി ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തറക്കല്ലിടാനായില്ലെങ്കിൽ ചടങ്ങ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റാനും ആലോചന. രാത്രിയാത്രാ നിരോധനം നിലപാട് മാറ്റി കർണാടക. കഴിഞ്ഞ ദിവസം നൽകിയ സത്യവാങ്മൂലത്തിൽ പിശകുകളുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നും കാണിച്ച് കർണാടക സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചു. ദേശീയപാത 766 പൂർണ്ണമായും അടയ്ക്കണമെന്ന നിലപാടിനെതിരെ രാഷ്ട്രീയ ഇടപെടലുണ്ടായത് നിലപാട് മാറ്റത്തിന് കാരണം. കടുവാപ്പേടിയിൽ നൂൽപ്പുഴ വള്ളുവാടി നിവാസികൾ. കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രദേശത്ത് കടുവയെ കണ്ടു. ആശങ്കയകറ്റാൻ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ എത്തുന്നു. നാളെ ഔദ്യോഗിക പ്രഖ്യാപനം. മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. ശോഭാ സുരേന്ദ്രൻ, MT രമേശ് ഉൾപ്പെടെയുള്ളവരെ തഴഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. പൊതുസ്വീകാര്യത കൂടി ഉറപ്പാക്കുന്നതിനാണ് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് അവസാനം വരെ പറഞ്ഞു കേട്ടിരുന്ന ശോഭാ സുരേന്ദ്രൻ, MT രമേശ് എന്നിവരെയെല്ലാം തള്ളിയാണ് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ നടക്കും. മുൻ കേന്ദ്രമന്ത്രിസഭയിലെ IT ഇലക്ട്രോണിക്സ് മന്ത്രി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖരൻ. കർണാടകയിൽ നിന്നും 3 തവണ രാജ്യസഭയിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരുമായി ശക്തമായ മത്സരമാണ് രാജീവ് ചന്ദ്രശേഖരൻ നടത്തിയത്. നിരവധി വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വരാനിരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെ. അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും പാർട്ടിയെ ഒരുക്കിയെടുക്കുക എന്ന വെല്ലുവിളിയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റെടുക്കാനിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉപതെരഞ്ഞെടുപ്പ് കാലത്തും വയനാട്ടിൽ NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം പ്രചാരണത്തിന് എത്തിയിരുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പദ്ധതിക്ക് തറക്കല്ലിടാൻ 3 ദിവസം മാത്രം ശേഷിക്കുമ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങായിട്ടും കാര്യമായ മുന്നൊരുക്കങ്ങളൊന്നും നടക്കുന്നില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ കോടതി ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. സർക്കാർ നിശ്ചയിച്ച കുറഞ്ഞ വിലയിൽ ഭൂമി കൈമാറാനാകില്ലെന്ന നിലപാടിലാണ് എൽസ്റ്റൺ അധികൃതർ. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തറക്കല്ലിടാനായില്ലെങ്കിൽ ചടങ്ങ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റാനും ആലോചനയുണ്ട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പദ്ധതിക്ക് മുഖ്യമന്ത്രി തറക്കല്ലിടുന്നത് മാർച്ച് 27 വൈകുന്നേരം 3. കൃത്യമായി പറഞ്ഞാൽ ഇനി അവശേഷിക്കുന്നത് 3 ദിവസം മാത്രം. എന്നാൽ പുനരധിവാസം നടപ്പിലാക്കുന്ന ഭൂമി ഏറ്റെടുക്കാൻ പോലും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നിശ്ചയിച്ച വില പോരെന്ന പരാതിയുമായി ഉടമ രംഗത്തെത്തിയതോടെയാണ് അനിശ്ചിതത്വം തുടങ്ങിയത്. സർക്കാർ നിശ്ചയിച്ച 26 കോടി രൂപയുടെ പകുതിയോളം തൊഴിലാളികളുടെ ആനുകൂല്യം നൽകാൻ തന്നെ വേണം. അതിനാൽ തന്നെ ഭൂമിയുടെ യഥാർത്ഥ വില നൽകണമെന്ന നിലപാടിലാണ് എൽസ്റ്റൺ അധികൃതർ. ബൈപ്പാസിന് സമീപത്തെ ഭൂമിയിൽ പന്തലിടാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാതെ പന്തൽ നിർമ്മിക്കേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് ചടങ്ങ് സംഘടിപ്പിക്കാനും ആലോചനയുണ്ട്. തറക്കല്ലിടലിന് CPM, DYFI സംഘടനകൾ മാത്രമാണ് അല്പമെങ്കിലും പ്രചാരം നൽകുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ മുണ്ടക്കൈ ദുരന്തത്തിന്റെ പുനരധിവാസ പദ്ധതിക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. എന്നാൽ അതിനനുസരിച്ചുള്ള പ്രചാരണം ഇപ്പോൾ ലഭിക്കുന്നില്ല. അതിനിടെ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ നിന്നും ഉടമയ്ക്ക് അനുകൂലമായ വിധിയുണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. മലനാട് ന്യൂസ്, കൽപ്പറ്റ. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതിയുടെ 1ാം ഘട്ട ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് സമ്മതപത്രം നൽകാൻ അനുവദിച്ച സാവകാശം നാളെ അവസാനിക്കും. 242 പേരാണ് ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്.
ടൗൺഷിപ്പിൽ വീട് വേണോ, സർക്കാർ പ്രഖ്യാപിച്ച 15 ലക്ഷം രൂപ സ്വീകരിച്ച് പദ്ധതിയിൽ നിന്നും പുറത്തു പോകണമോ എന്ന കാര്യത്തിലാണ് ദുരന്തബാധിതർ സമ്മതപത്രം നൽകേണ്ടത്. ഇതിനോടകം 100-ലേറെ പേർ സമ്മതപത്രം നൽകിക്കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ സമ്മതപത്രം നൽകാൻ വിസമ്മതിച്ച ദുരന്തബാധിതർ അപേക്ഷയിലെ അപാകത പരിഹരിച്ചതോടെ സമ്മതപത്രം ഒപ്പിട്ട് നൽകാൻ തയ്യാറാകുന്നുണ്ട്. രാത്രിയാത്രാ നിരോധനം നിലപാട് മാറ്റി കർണാടക. കഴിഞ്ഞ ദിവസം നൽകിയ സത്യവാങ്മൂലത്തിൽ പിശകുകൾ ഉണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നും കാണിച്ചാണ് കർണാടക സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ബന്ദിപ്പൂർ വനമേഖലയിൽ ദേശീയപാത 766 പൂർണ്ണമായും അടയ്ക്കണമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. നിലപാട് മാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലാണെന്നും സൂചന. രാത്രിയാത്രാ നിരോധനം നിലനിൽക്കുന്ന ദേശീയപാത 766 പൂർണ്ണമായും അടച്ചുപൂട്ടണമെന്ന് കാണിച്ച് കർണാടക കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലമാണ് പിൻവലിച്ചത്. സത്യവാങ്മൂലത്തിൽ പിശകുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും ഫയൽ ചെയ്തതിനു ശേഷമാണ് അത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും അതിനാൽ തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നുമാണ് സ്റ്റാൻഡിംഗ് കൗൺസിലർ DN ചിദാനന്ദ വഴി കർണാടക സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിശകുകൾ എന്താണെന്നുള്ളത് പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചാലേ വ്യക്തമാകൂ. ദേശീയപാത 766 ബദലായി SH88 പാത ഉപയോഗിക്കാമെന്നും 75 കോടി രൂപ മുടക്കി അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ടെന്നുമായിരുന്നു സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നത്. ദേശീയപാത 766 പൂർണ്ണമായും അടയ്ക്കണമെന്ന് കർണാടക സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് പുറത്തുവന്നതോടെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലുണ്ടായ രാഷ്ട്രീയ ഇടപെടലാണ് സത്യവാങ്മൂലം പിൻവലിക്കാൻ കാരണമെന്നാണ് സൂചന. AC ബൈജു, മലനാട് ന്യൂസ്, ബത്തേരി. കടുവാപ്പേടിയിൽ നൂൽപ്പുഴ വള്ളുവാടി നിവാസികൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് കടുവയെ കണ്ടതോടെയാണ് പ്രദേശവാസികൾ ഭയപ്പാടിലായിരിക്കുന്നത്. നാട്ടുകാരുടെ ആശങ്ക അകറ്റാൻ നടപടി വേണമെന്ന് ആവശ്യം. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ വള്ളുവാടിയിൽ നാട്ടുകാർ കടുവയെ 2 തവണയാണ് കണ്ടത്. ആദ്യം സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തോട് ചേർന്ന വനാതിർത്തിയിൽ വിശ്രമിക്കുന്ന കടുവയെ നാട്ടുകാർ കണ്ടു. പിന്നീട് വള്ളുവാടിയിലെ മറ്റൊരു കുടുംബവും കടുവയെ കാണുകയുണ്ടായി. കഴിഞ്ഞ 6 മാസക്കാലമായി ഈ കടുവയുടെ സാന്നിധ്യം പ്രദേശത്തുണ്ടെന്നും ആളുകളെ കണ്ടാൽ ഭയപ്പെടുകയോ ഓടിമറയുകയോ ചെയ്യാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ ഒരു കടുവ ഏതാണ്ട് നിത്യ സന്ദർശകനായിട്ട് ഒരു 6 മാസത്തോളമായിട്ടുണ്ട്. ഈ 6 മാസം ഇങ്ങനെ താഴെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ നിന്ന് മേലേക്ക് ഒരു കിലോമീറ്ററോളം നടക്കും, തിരിച്ചു നടക്കും. അങ്ങനെ പലരും പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം പൽപ്പാത്ത മത്തായി എന്ന് പറയുന്ന ആൾ അയാളുടെ പറമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ട്രെഞ്ചിനോട് ചേർന്ന് ഈ കടുവ കാണുകയും ഇവർ ബഹളം ഉണ്ടാക്കി കടുവ അവിടെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ തറവാടിൻ്റെ നേരെ തറവാടിൻ്റെ മുൻപിൽ ഞങ്ങൾ വീട്ടിലെല്ലാവരും ഉള്ള സമയത്ത് ഈ കടുവയെ യാദൃശ്യമായിട്ട് കണ്ടു. എല്ലാവരും തന്നെ കണ്ടു. പക്ഷേ ആ കടുവ അപ്പോഴും ശല്യക്കാരനാവാതെ താഴേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏത് സമയത്തും ഈ കടുവ ഒരു അപകടകാരിയായിട്ട് മാറാം എന്നാണ് ജനങ്ങൾ ആശങ്കയിലാണ്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം കൂടിയാണിത്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ഭയപ്പാടിലായിരിക്കുകയാണ് നാട്ടുകാർ. ഈ സാഹചര്യത്തിൽ നാട്ടുകാരുടെ ആശങ്ക അകറ്റാനുള്ള നടപടി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് സഞ്ചരിച്ചത് പുകപരിശോധന മുടങ്ങിയ കാറിൽ. KL 01 BH 8440 എന്ന മന്ത്രി വാഹനത്തിലാണ്. 2023 ശേഷം പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത്. 2018 അമിത വേഗതയിൽ വാഹനം ഓടിച്ചതിനുള്ള പിഴയും വാഹനത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ തുകയും അടച്ചിട്ടില്ല എന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സാധാരണക്കാരുടെ വാഹനങ്ങൾ തടഞ്ഞിട്ട് പരിശോധിക്കുമ്പോഴാണ് ഉന്നതരുടെ വാഹനങ്ങൾ തന്നെ നിയമം ലംഘിച്ച് സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയ വാഹനമാണിത്. ഒറ്റ നോട്ടത്തിൽ തന്നെ വാഹനത്തിന് അല്പം പഴക്കം തോന്നിക്കുന്നുണ്ട്. വണ്ടിയുടെ നമ്പർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് മന്ത്രി വാഹനത്തിന്റെ നിയമലംഘനങ്ങൾ വ്യക്തമായത്. പുകപരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 2023 അവസാനിച്ചു. 2 വർഷം കഴിയുമ്പോഴും പുകപരിശോധന നടത്തിയിട്ടില്ല. ദേശീയപാതയിൽ കൊരട്ടിയിൽ അമിത വേഗതയിൽ പോയതിന് വാഹനത്തിന് AI ക്യാമറ പിഴയും ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ തുകയും അടച്ചു കാണുന്നില്ല. സാധാരണക്കാർ പോകുന്ന വാഹനങ്ങൾ പോലീസും മോട്ടോർ വാഹന വകുപ്പും വഴിയിൽ തടഞ്ഞു നിർത്തി പിഴയടക്കുമ്പോഴാണ് മന്ത്രി വാഹനം തന്നെ നിയമം ലംഘിച്ച് സഞ്ചരിക്കുന്നത്. ഇല്ലിയാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി വയനാട്ടിൽ ആദ്യമായി ഓപ്പൺ ജിംനേഷ്യം തുറന്നു. പുൽപ്പള്ളിക്കടുത്ത കാപ്പിസെറ്റ് പ്രഭാത് വായനശാലയിലാണ് ഓപ്പൺ ജിംനേഷ്യം ആരംഭിച്ചത്. മുള്ളൻകൊല്ലി പഞ്ചായത്താണ് 5 ലക്ഷം രൂപ പദ്ധതിക്കായി വകയിരുത്തിയത്. ഉദ്ഘാടനത്തിന് മുന്നേ ജിംനേഷ്യത്തിൽ പരിശീലനത്തിനായി സ്ത്രീകളുടെ തിരക്കാണ്.
മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിലെ കാപ്പിസെറ്റ് പ്രഭാത് കവലയിലെ ഓപ്പൺ ജിംനേഷ്യം മാതൃകാ പദ്ധതിയായി മാറുകയാണ്. ഔദ്യോഗിക ഉദ്ഘാടനം നടന്നിട്ടില്ലെങ്കിലും ജിംനേഷ്യം തുറന്നു പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പ്രഭാത് വായനശാലയാണ് ഓപ്പൺ ജിംനേഷ്യത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പഞ്ചായത്തിന്റെ വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓപ്പൺ ജിംനേഷ്യം ആരംഭിച്ചിരിക്കുന്നത്. നിരവധി സ്ത്രീകളും കുട്ടികളും രാവിലെയും വൈകുന്നേരവും ഇവിടെ എത്തി ഇപ്പോൾ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെയും തെരുവ് നായ്ക്കളുടെയും ശല്യം മൂലം രാവിലെയും വൈകുന്നേരവുമുള്ള പതിവ് നടപ്പ് ഒഴിവാക്കി വീട്ടിലിരിക്കേണ്ടി വരുന്ന സ്ത്രീകൾ ഇപ്പോൾ വളരെ ആവേശത്തോടെ ഓപ്പൺ ജിംനേഷ്യത്തിൽ എത്തിച്ചേരുന്നതായി താൽക്കാലിക പരിശീലകരായ ഫ്രാൻസിസ് പഞ്ഞിക്കാലയും വാർഡ് മെമ്പർ ഷൈജു പഞ്ഞിത്തോപ്പിലും പറഞ്ഞു. വയനാട് ജില്ലയിൽ തന്നെ ഇങ്ങനെയൊരു പദ്ധതി ആദ്യമായിട്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി മനസ്സിനും ശരീരത്തിനും ഒരു ഉണർവ് വരുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ജിംനേഷ്യമാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഗ്രന്ഥശാലകൾ പൊതുസ്ഥാപനങ്ങളിൽ കൊണ്ടുവരികയാണെങ്കിൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ഈ കടുവ മൃഗശല്യമുള്ള ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് റോഡിൽ കൂടെ നടക്കുന്നതിനോ വ്യായാമം ചെയ്യുന്നതിനോ ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ജിംനേഷ്യം, ഓപ്പൺ ജിംനേഷ്യം അനിവാര്യമാണ്. മാത്രമല്ല കുട്ടികളും ഇപ്പോൾ ഇവിടെ എത്തി പരിശീലനം നേടുന്നുണ്ട്. വയനാട്ടിൽ ആദ്യമായാണ് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പ്രഭാത് കവലയിലുള്ള പ്രഭാത് ഗ്രന്ഥശാലയിൽ ഓപ്പൺ ജിം ആരംഭിച്ചിരിക്കുന്നത്. ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് ഇത് ഏറെ ഉപകാരപ്പെടും. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തിന്റെ ഈ പ്രൊജക്ട് സമൂഹത്തിന് മാതൃകയാണ്. മലനാട് വാർത്തകൾക്ക് വേണ്ടി CD ബാബു, പുൽപ്പള്ളി. കാപ്പിസെറ്റിലെ ഓപ്പൺ ജിംനേഷ്യത്തിൽ ഉദ്ഘാടനത്തിന് മുന്നേ സ്ത്രീകൾ പരിശീലനത്തിനായി ധാരാളമായി എത്തുന്നു. ശാരീരിക മാനസിക ഉല്ലാസത്തിന് ഇതുവഴി കഴിയുന്നതായി പരിശീലനം നേടുന്നവർ പറയുന്നു. ഒരു സപ്പോർട്ടിൽ ഇങ്ങനെ ഒരു പഞ്ചായത്തിൻ്റെയും കൂടി സപ്പോർട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ സാധാരണ വീട്ടമ്മമാർക്കും ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപാട് ഉപകാരം. നമ്മൾ ഒരാഴ്ചയായി ഇപ്പോൾ ഈ ജിമ്മിൽ വരാൻ തുടങ്ങിയിട്ട് ശരീരത്തിനൊക്കെ ചെറിയൊരു ആയാസങ്ങളൊക്കെ, തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ശരീരത്തിന് ചെറിയ ഉന്മേഷമൊക്കെ തുടങ്ങി. നല്ല മനസ്സിനും നല്ല സന്തോഷമുണ്ട്. വീട്ടിൽ അടുക്കളയിൽ തന്നെ കഴിഞ്ഞിരുന്ന ഞങ്ങൾ കുടുംബിനിയായ ഞങ്ങൾക്ക് ഈ ഓപ്പൺ ജിമ്മ് വന്നതോടുകൂടി എല്ലാവർക്കും ഒരു സന്തോഷം വരികയും എല്ലാവരും ഒരു കൃത്യനിഷ്ഠയോട് കൂടി 5 മണി എന്നുള്ള സമയത്ത് ഇവിടെ വന്ന് പ്രാക്ടീസ് തുടങ്ങാനും നമ്മുടെ ശരീരത്തിനുള്ള നീർക്കെട്ടും മറ്റുള്ള എല്ലാ അസുഖങ്ങളും കുറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് തോന്നുന്നു. മരണത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് കഴിഞ്ഞിരുന്ന കാലത്തു നിന്നും ജീവിതത്തിലേക്ക് തിരികെ എത്തിയ അനുഭവം പങ്കുവെച്ച് അരിവാൾ കോശരോഗിയായ യുവതി. പുൽപ്പള്ളി ഇരുളം സ്വദേശിനി കരിമ്പിൻകൊല്ലി വീട്ടിൽ വിനീതയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ മനസ്സ് തുറന്നത്. 7 വർഷം പൂർണ്ണമായി കിടപ്പിലായിരുന്ന വിനീതയ്ക്ക് വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ ഇടുപ്പെല്ല് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ജീവിതം തിരിച്ചു നൽകിയത്. ചടങ്ങിൽ വെച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെയും ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിക്കാനായി ക്ഷണിച്ചപ്പോഴാണ് വിനീത തനിക്ക് സംസാരിക്കണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. എന്താ പറയാ, മാനന്തവാടി മെഡിക്കൽ കോളേജ് ഇത്രത്തോളം എന്നെ എനിക്ക് എഴുന്നേറ്റ് എല്ലാവരും ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അതാണ്. ഒറ്റ കിടന്ന കിടപ്പിലായിരുന്നു ഞാൻ. ഹിപ്പ് മാറ്റി വെച്ച എൻ്റെ ഡോക്ടർ, ദൈവമേ, എല്ലാവരും DFO മാഡം, എല്ലാവരോടും മെഡിക്കൽ ടീം, എല്ലാ ഹോസ്പിറ്റലെല്ലാം എടുത്തു പറയാൻ പറ്റില്ല. എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. എനിക്കൊരു പുതിയ ജീവിതം തന്നേന്. വിനീതയുടെ, പ്രിയപ്പെട്ട വിനീതയുടെ വാക്കുകൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകാണ്. കാരണം നമുക്ക് ജീവിതം അങ്ങനെ പ്രതീക്ഷയോടുകൂടി നമുക്കത് ചെയ്യാൻ കഴിയും, ഒന്നും അസാധ്യമല്ല. ഇല്ലായ്മകൾ കൊണ്ട് വയനാട് മെഡിക്കൽ കോളേജ് വാർത്തകളിൽ നിറയുമ്പോൾ പ്രത്യാശയുടെ കിരണമായി വിനീതയുടെ വാക്കുകൾ മാറി. മലനാട് ന്യൂസ്, മാനന്തവാടി. വയനാട് കളക്ട്രേറ്റും പരിസരവും ഇനി കളറാകും. ഡ്രീം സിവിൽ സ്റ്റേഷൻ പദ്ധതിയിൽ കളക്ട്രേറ്റ് സൗന്ദര്യവത്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശുചിത്വ മിഷനും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് കെട്ടിടങ്ങളിൽ ചായം പൂശിയും ചിത്രങ്ങൾ വരച്ചും ആകർഷണീയമാക്കുന്നത്. വർഷങ്ങളോളം മഴയും വെയിലും ഏറ്റുകിടുന്ന പഴയ വാഹനങ്ങൾക്കും പുതുജീവൻ പകരുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ. പുതിയ ലുക്കിൽ അംബാസിഡർ കാർ. ഒറ്റനോട്ടത്തിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസിഡർ കാർ വീണ്ടും പുതുപുത്തനായി ഇറങ്ങിയോ എന്ന് തോന്നിപ്പോകും. ഇതുപോലെ കാടുമൂടി മഴയും വെയിലും ഏറ്റുകിടന്ന കാറാണിത്. ഡ്രീം സിവിൽ സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായാണ് ഒരു കൂട്ടം കലാകാരന്മാർ കാറിന് പുതുജീവൻ നൽകിയത്. ഗ്രീൻസ് വൈൽഡ് ലൈഫ് ഫോറത്തിന്റെ കലാകാരന്മാരാണ് പെയിന്റ് അടിച്ചും ചിത്രങ്ങൾ വരച്ചും കളക്ട്രേറ്റും പരിസരവും മനോഹരമാക്കുന്നത്. നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് ഏറ്റെടുക്കുന്ന സമയത്ത്
കംപ്ലീറ്റ് മാലിന്യങ്ങൾ ഇവിടെയുള്ള ഓഫീസിലുള്ള വേസ്റ്റുകളും എല്ലാ വേസ്റ്റുകളും കൊണ്ട് നിറഞ്ഞു കിടക്കുന്നൊരു സ്ഥലമായിരുന്നു. ഇത് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് ഒഴിവാക്കി ശുചിത്വ മിഷൻ്റെ ആൾക്കാരെല്ലാം അവരെല്ലാം വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സാധനങ്ങളും ക്ലീൻ ചെയ്ത് നന്നാക്കി എടുത്തിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പം പരമാവധി ഈ മാലിന്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വൃത്തിയായി ഗവൺമെൻറ് ഓഫീസും പരിസരങ്ങളും അതേപോലെ നമ്മളെ നാടും എല്ലാ കാര്യങ്ങളും നിലനിർത്താൻ വേണ്ടി ശുചിത്വ മിഷൻ്റെ ഇനിഷ്യേറ്റീവിൽ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണിത്. തുരുമ്പെടുത്ത് തുടങ്ങിയ വേലിക്കമ്പി കൊണ്ട് കിളിക്കൂടുണ്ടാക്കുകയാണ് മുജീബ്. ഇതിപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച് പറ്റ അഴുക്കും വൃത്തികേടായിട്ട് കളയാൻ വെച്ചിരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ ഒരു കിളിയുടെ കൂട് കളറൊക്കെ ചെയ്ത് ആർട്ട് പോലെ ചെയ്ത് വെക്കാനുള്ള പണിയിലാണ്. ശുചിത്വ മിഷനും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് ഡ്രീം സിവിൽ സ്റ്റേഷൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം ജീവനക്കാർ ഉൾപ്പെടെ പങ്കെടുത്ത് ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. കളക്ട്രേറ്റിലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. പ്രവൃത്തി പൂർത്തീകരിക്കുന്നതോടെ അടിപൊളി ലുക്കിലേക്ക് കളക്ട്രേറ്റ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. വയനാടൻ കാലാവസ്ഥയിലും രാജാപ്പുളി ധാരാളമായി വിളയുമെന്ന് തെളിയിക്കുകയാണ് പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ. അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന രാജാപ്പുളിയിൽ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. പുളിയുടെ രാജാവ് എന്ന പേരിലാണ് മാങ്കോസ്റ്റിൻ ഇനത്തിൽപ്പെട്ട ഈ പുളിയിനം അറിയപ്പെടുന്നത്. പച്ചമാങ്ങയുടെ അതേ രുചിയാണ് രാജാപ്പുളിക്കും. മീൻകറിയിലും മറ്റും ഇത് മാങ്ങയ്ക്ക് പകരമായി ചേർത്ത് ഉപയോഗിക്കാം. ചെടിക്ക് അധികം ഉയരം വെക്കാറില്ല. കയ്യെത്തും ദൂരത്തിലുണ്ടാകുന്ന കായ്കൾ വേഗത്തിൽ പറിച്ചെടുക്കാനും കഴിയും. കുടംപുളിയുടെ എല്ലാ ഉപയോഗവും ഇതിൽ നിന്ന് ലഭിക്കും. പഴുത്തു കഴിഞ്ഞാൽ പഴവർഗ്ഗമായും ഉപയോഗിക്കാം. നിറയെ പോഷകഗുണമുള്ള പഴമാണിത്. സാധാരണ ഗോവ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. ഇത് രാജാപ്പുളി എന്ന് പറയുന്ന ഒരു പുളിയുടെ ഇനത്തിൽപ്പെട്ട ഒന്നാണ്. ഇത് സാധാരണയായി കൂടുതലായി കാണുന്നത് ഗോവയിലാണ്. ഗോവ അതേപോലെ തന്നെ കുടകിലും ധാരാളമായി കാണുന്നു. ഇത് കുടകിൽ നിന്നും കൊണ്ടുവന്നതാണ്. നമ്മൾ മീൻകറിക്ക് മാങ്ങ ഇടുന്നത് പോലെ ഉപയോഗിക്കാൻ കഴിയും. മാങ്ങയേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കുടംപുളിക്ക് പകരമായും ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇത് വയനാട്ടിൽ സാധാരണ എവിടെയും അങ്ങനെ കാണാറില്ല. എങ്കിലും കുടകിലും ഗോവ പോലെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപിന്റെ വീട്ടുമുറ്റത്തെ ഈ ചെടി കഴിഞ്ഞ 3 വർഷമായി കായ്ച്ചു വരുന്നു. ധാരാളം വിളവും ലഭിക്കുന്നുണ്ട്. മലനാട് ന്യൂസ്, പുൽപ്പള്ളി. തലപ്പുഴ ചിറക്കര വള്ളിയൂർക്കാവ് ദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ വള്ളിയൂരമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തി. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം 2ാം തവണയാണ് ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടക്കുന്നത്. തലപ്പുഴ ചിറക്കര വള്ളിയൂർക്കാവ് ദുർഗ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ പൊങ്കാല സമർപ്പണം നടന്നത്. 100 കണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് വള്ളിയൂരമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനെത്തിയത്. ഉച്ചവരെ പൊങ്കാല സമർപ്പണം നീണ്ടു. എല്ലാവിധ ഐശ്വര്യങ്ങൾക്കുമായി 100 കണക്കിന് ഭക്തർ ക്ഷേത്രസന്നിധിയിലെത്തി പ്രാർത്ഥിച്ചു മടങ്ങി. ക്ഷേത്രം മേൽശാന്തി സായന്ത്കുമാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇവിടെ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായിട്ട് ആണ് ഈ പ്രാവശ്യവും പൊങ്കാലയിൽ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്സവം 9ാം ദിവസമായ ഇന്ന് രാവിലെ തന്നെ എല്ലാവരും വന്ന് പൊങ്കാലയിട്ടു. അമ്മയ്ക്കൊരു പൊങ്കാല എന്നൊരു സംരംഭമാണ്. അതുമാത്രമല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഐശ്വര്യവും കാര്യങ്ങളായിരിക്കുന്ന അമ്മയ്ക്ക് വലിയൊരു. ക്ഷേത്രത്തിൽ ഇത് 2ാം തവണയാണ് പൊങ്കാല സമർപ്പണം നടക്കുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു ആദ്യ പൊങ്കാല സമർപ്പണം. ക്ഷേത്രം പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ വർഷം നടന്ന് കഴിഞ്ഞ വർഷവും പൊങ്കാല സമർപ്പണം നടന്നിരുന്നു. ഈ വർഷവും ഭക്തജനങ്ങളെ അകമയിൻ്റെ സഹായത്തോടുകൂടി ഈ വർഷം പൊങ്കാല സമർപ്പണം ഇന്ന് ഉത്സവം 9ാം ദിവസം നടന്നു വരികയാണ്. ഈ കാലയളവിൽ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ചിറക്കര ശ്രീ ദുർഗാഭദ്ര ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് ഉത്സവത്തിന് കൊടിയേറിയത്. വരും ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും താലപ്പൊലി, ഗാനമേള, ആകാശവിസ്മയം തുടങ്ങിയവയും നടക്കും. മലനാട് ന്യൂസ്, തലപ്പുഴ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം പവന് 65,840 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും.
രാജീവ് ചന്ദ്രശേഖർ പുതിയ BJP സംസ്ഥാന അധ്യക്ഷൻ. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ശോഭാ സുരേന്ദ്രൻ, MT രമേശ് ഉൾപ്പെടെയുള്ളവരെ തഴഞ്ഞ്. രാജീവ് ചന്ദ്രശേഖറെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് പൊതുസ്വീകാര്യത കൂടി ഉറപ്പിക്കാൻ. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പ് പദ്ധതിക്ക് തറക്കല്ലിടാൻ 3 ദിവസം മാത്രം ശേഷിക്കുമ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങായിട്ടും കാര്യമായ മുന്നൊരുക്കങ്ങൾ നടക്കുന്നില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ കോടതി ഇടപെടൽ ഉണ്ടാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തറക്കല്ലിടാനായില്ലെങ്കിൽ ചടങ്ങ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റാനും ആലോചന. രാത്രിയാത്രാ നിരോധനം നിലപാട് മാറ്റി കർണാടക. കഴിഞ്ഞ ദിവസം നൽകിയ സത്യവാങ്മൂലത്തിൽ പിശകുകളുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കരുതെന്നും കാണിച്ച് കർണാടക സുപ്രീം കോടതിയെ വീണ്ടും സമീപിച്ചു. ദേശീയപാത 766 പൂർണ്ണമായും അടയ്ക്കണമെന്ന നിലപാടിനെതിരെ രാഷ്ട്രീയ ഇടപെടലുണ്ടായത് നിലപാട് മാറ്റത്തിന് കാരണം. കടുവാപ്പേടിയിൽ നൂൽപ്പുഴ വള്ളുവാടി നിവാസികൾ. കഴിഞ്ഞ ദിവസം നാട്ടുകാർ പ്രദേശത്ത് കടുവയെ കണ്ടു. ആശങ്ക അകറ്റാൻ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ ശ്രീജിത്ത് ചേരും. നമസ്കാരം.